പോയത്. അതായത് നമ്മള് വാരണാസിന്ന് കാൺപൂറിലേക്ക് പോയി. അവിടുന്ന് വേണേ കാൺപൂരിൽ നിന്ന് നേരെ ഝാൻസിയിലേക്ക് വഴിയുണ്ട്. പക്ഷെ ഇവര് കണക്ട് ചെയ്തേക്കുന്ന ആഗ്ര വഴി, പിന്നെ ഗോളിയാർ വഴി. ഡാർജിലിങ്ങിനോട് ബൈവേ പറയണം. അപ്പൊ ട്രെയിൻ പോകുന്നത് ഡീസൽ എഞ്ചിനാണ്. നല്ലതായിരുന്നു അത്. ഡീസൽ എഞ്ചിനാണ്. ട്രെയിൻ ബൈ ബൈ. അതാ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും ട്രെയിൻ നമ്മുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു കുഞ്ഞു റോഡ്, ട്രെയിനും പോകണം, ആൾക്കാരും പോകണം, വണ്ടിയും പോകണം. ട്രെയിനാണെങ്കിൽ നമുക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് തരുന്നുമില്ല നെയ്മാര്. റോഡിന്റെ നടുക്കൂടെ കണ്ടോ, സൈഡ് തരുന്നേ ഇല്ല ട്രെയിൻ. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഡിഫിക്കൽട്ടായിരിക്കും ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക്. പറയും ഇതിനെതിരെ നമ്മൾ വൈകുന്നേരം ആഞ്ഞടിക്കും. ഇത് പക്ഷെ ഞങ്ങൾ ഇന്നലെ കറങ്ങിയ ട്രെയിൻ സ്റ്റീം എഞ്ചിനായിരുന്നു. ഇത് ഡീസൽ എഞ്ചിനാണ്. പക്ഷെ ഡീസൽ എഞ്ചിനാണ് കുറച്ചുകൂടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. മറ്റേ ഇവിടെ മുഴുവൻ കരി അടച്ച് വീട്ടിലൊക്കെ കരിയാ. നോക്കൂ, അതാ ബിൽഡിംഗ് നോക്കൂ, ഫുൾ കരിഞ്ഞിരിക്കുന്നില്ലേ. ട്രെയിനിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ. അത് നമുക്ക് പുറത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പം ഗുമ്മിലെത്തി. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതാണ് ഗുമ്മ്. ഈ വീഡിയോ പൊളിക്കും കേട്ടോ. അതാ ഇത് ഗുമ്മാണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു 7405 അടി ഉണ്ടോ, 2 അടി വരെ എക്സ്ട്രാ വെക്കുന്നതായിരിക്കും. അതിൽ നിന്ന് എന്റെ നിക്കർ മാത്രം വിരിച്ചിട്ടോ. ഇനി ഞങ്ങള് എങ്ങോട്ടാ? സ്ഥലപ്പേര് പറയണോ? ബീഹാറിലെ അതാ പട്ടിക്ക് ഉടുപ്പിട്ടിരിക്കുന്നുണ്ടോ? വാലിയിലൂടെയുള്ള യാത്രയാണ്. ഇവിടെ ട്രെയിൻ പാളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ട്രെയിൻ ഇപ്പൊ ഇങ്ങോട്ട് സർവീസ് ഇല്ല. വാലിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വാലിയുടെ പേരാണ് ഗോസ്ലോ വാലി. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗോസ്ലോ വാലിയിലൂടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിയിലൊക്കെ ട്രെയിനിൽ പോകുന്ന ഫീൽ കിട്ടും ഇതിലൊക്കെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ. സിക്കിമിലെ നാടോടിപ്പാട്ടാണ്. അപ്പൊ ഗോസ്ലോ വാലിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കതേ കണ്ടോ. വാലിയുടെ പേരാണ് ഗോസ്ലോ വാലി. മട്ടപ്പാവിൽ ഫുഡ് കഴിക്കുന്ന ചായ കുടിക്കുന്ന ആൾക്കാർ വെറൈറ്റി വൈബായിരിക്കും കേട്ടോ. അത് മേടിച്ച ഫുഡ് അവിടുന്ന് അടടേ ആണ് സൊനാട്ട എന്ന് പറയുന്ന ചെറിയ ടൗൺഷിപ്പ് വഴി തന്നെ കണ്ടോ. കടകളൊക്കെ കണ്ടോ. റെയിൽവേ പാളം ആസ് യൂഷ്വൽ ഇതിലേയും പോകുന്നുണ്ട്. അയ്യോ താഴെ ഇപ്പൊ വീഡിയോ കുലുങ്ങും, കാരണം ഡഗ്വിഷിൽ എന്തോ സാധനം താഴെയിട്ടുണ്ട്, താഴേക്ക്. അതുകൊണ്ട് വീഡിയോ കുലുങ്ങി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഡഗ്ലു എന്താ ചെയ്യുന്നേ? കുഞ്ഞുങ്ങളോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സൗമ്യമായി വേണം ഡീൽ ചെയ്യാൻ. അവരെ വഴക്ക്, അടി, ഞൊള്ള്, പാത്രമുണ്ട്. അങ്ങനെ ചെയ്യലുണ്ടല്ലോ.
ഇപ്പൊ ഈ റെയിൽ പാളം എന്ന് പറയുന്നത് സിൽഗുരി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് നോക്കണം ആക്ച്വലി. ഏതോ മൊണാസ്ട്രി ആണ് ഇവിടെ നമ്മുടെ. അത് ബുദ്ധനാണ്. നല്ലൊരു മൊണാസ്ട്രി ആയിരുന്നു. വേണ്ട, ഇത് വലിയൊരു മൊണാസ്ട്രി ആണ് കേട്ടോ ആക്ച്വലി. ടിബറ്റൻ സെറ്റിൽമെന്റ് സനാഡ. ഇത് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലം കേട്ടോ. കണ്ടോ, അപ്പോൾ അവിടെ പച്ചക്കറി കണ്ടോ, എന്ത് ഫ്രഷ് പച്ചക്കറിയാന്ന് നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഹോട്ടല് കണ്ടോ, ഫുഡ്. നമ്മൾ ട്രെയിൻ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റൂട്ടിൽ. പക്ഷേ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അത് അവൻ കടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് സിലിഗുരി വരെ ഉണ്ട് ഈ ട്രെയിൻ. അതാ നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് നമ്മുടെ ട്രെയിനും. എൻ്റെ കർത്താവേ കണ്ടോ, വേറൊരു വണ്ടി വന്നാൽ നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നോണ്ടേ. അത് ക്രോസ് ചെയ്യുന്ന അടിപൊളി വീഡിയോ കാണിച്ചു തരാം. അമ്പോ, ട്രെയിൻ റോഡ് ക്രോസ് ചെയ്ത് പോകും. 0.5 ആയിരുന്നു കേട്ടോ ഇത് ഇട്ടത്. മതിയല്ലേ? 0.5 ആയത് കാരണം ഇത്രയും നല്ലതായിട്ട് കിട്ടുന്നു. ഇത് അത് തന്നെ എടുത്തോണ്ടിരുന്ന കഴിഞ്ഞാൽ അല്ലേ, ഞങ്ങളുടെ വ്ളോഗറിനെ ഞങ്ങൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ട്രെയിൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോയി ഗൈസ്. പക്ഷെ അതാ അവിടെ സെപ്പറേറ്റ് ആയി ഇപ്പം ട്രെയിൻ പാളം. അതാ നമ്മുടെ ട്രെയിൻ ഇവിടെ ട്രെയിൻ പുറയിലേക്ക് കണ്ടോ, ട്രെയിനിൻ്റെ കളകളാരോ. ആഹാ, നല്ല വീട്ടിൽ പൂക്കളൊക്കെ നോക്കും. അയ്യോ, വരലല്ല കേട്ടോ, ബുദ്ധൻ്റെ ഇതാ തലേ. ഇവിടെ താഴെയാണ് റെയിൽ പാളം. ഇതിലെ പോകുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഞാൻ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല എല്ലാം പോകുമായിരിക്കും. ഫുർസോങ് എന്ന് പറയുന്ന ടൗണിലാണ് നമ്മളുള്ളത്. റെയിൽ പാളമൊക്കെ റോഡിൽ കിടക്കാൻ നോക്കും, പിണഞ്ഞ് ഇത് ഇവിടുത്തെ മെയിൻ ട്രാഫിക് പോലീസ്. മൊത്തത്തിൽ ഡാർജിലിംഗ് ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു സമ്മാനിച്ചത്. അതാ മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്നു. ഇതാണ് കുർസോങ്ങിലെ ലോക്കോ ഷെഡ്. ആ കിടക്കുന്ന സ്റ്റീം എഞ്ചിനാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി വിവരിച്ചിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാമിലെ ട്രെയിൻ സ്ട്രീറ്റിനേക്കാളൊക്കെ അടിപൊളി ആക്ച്വലി, അല്ല ഇഞ്ചു? ഓൺലി പ്രശ്നം നമ്മുടെ പോക്ക് മൊത്തത്തിൽ സ്ലോ ആയി പോകും. ട്രെയിനും പോകുന്ന സ്ലോ, വണ്ടിയും പോകുന്ന സ്ലോ. അങ്ങനെ ഞങ്ങൾ സഞ്ചാരത്തിൻ്റെ ബാക്കി ഭാഗം തുടർന്നുകൊണ്ടേയിരുന്നു. അതാ മുകളിൽ തേയിലത്തോട്ടങ്ങൾ കാണാം. വളരെ വൈവിധ്യമായ ഭൂപ്രകൃതിയായിരുന്നു ആക്ച്വലി ഷില്ലോങ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. നേരത്തെ പറഞ്ഞ ഡാർജിലിംഗ് ഷില്ലോങ് തന്നെയായിരുന്നു അല്ലേ? സോറി, ഷില്ലോങ് അല്ല കേട്ടോ, ഡാർജിലിംഗ്. ഷില്ലോങ് ഞങ്ങൾ പോകുമ്പോൾ ഷില്ലോങ്ങിനെ പറ്റി വേറെ വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഈ യാത്ര നമ്മൾ ഇനി നേരെ ബീഹാറിലേക്കാണ് പോകുന്നത്. ബീഹാറിലെ മെയിൻ സ്ഥലമായ ചമ്പൽപൂർ, മിർസാപൂർ, മുസാഫിർ. അതാ ഓടി നടക്കുന്ന കുട്ടികൾ. ഈ വണ്ടിയൊക്കെ എന്ത് ചെയ്യും എന്തോ, ട്രെയിൻ വരുമ്പോഴത്തേക്കും. അതിൽ ചിലവന്മാർ റോഡ് സൈഡിലും റെയിൽവേ പാളത്തിലൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ട്രെയിൻ വരാൻ ടൈം ആയിട്ടുണ്ടല്ലോ.
എനിക്കൊന്ന് ഡ്രൈവർ തന്നെ ട്രെയിനിന്റെ പൈലറ്റ് തന്നെ ചാവി മേടിച്ച് മാറ്റുമെന്ന് തോന്നുന്നു. കാരണം അവിടെ ടിക്കറ്റ് എടുക്കുന്ന ആളായിരുന്നു ഇന്നലെ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടുത്തെ. നമ്മൾ സിലിഗുരിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിലിഗുരി ഒരു വലിയ ടൗണാണ്. സിലിഗുരി പോവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചൊന്ന് ഡയറക്റ്റ് ഇവിടുന്ന് സിലിഗുരി ടച്ച് ചെയ്യാതെ കൊൽക്കട്ട ചാടാം എന്നൊക്കെ ആയിരുന്നു. അപ്പം വീട്ടും സന്ധിക്കും വരേക്കും വണക്കം. ഇതിലെ വ്യൂ കാണും, ഒരു വലിയ മല. അതാണ് ശരിക്കും ഇത് ഡാർജിലിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ നിന്നാണോ നമ്മൾ ഇറങ്ങി വന്നത്? അങ്ങനെയൊന്നും വീഡിയോയിൽ പറയരുത്. ഓറേറ്ററിനെ അങ്ങനെ ഖണ്ഡിക്കരുത്. അതെ അതെ അങ്ങനെ മാത്രം പറഞ്ഞു അല്ലേ? അപ്പൊ പ്രേക്ഷകരെന്ത് വിചാരിക്കും? ഇത് നല്ല നമ്മുടെ പതുക്കെ പോയ. പക്ഷെ ഇവന്മാരെന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ടിമ്പൂർ മേഘ സംക്രാന്തി ഫെസ്റ്റ് ഒക്കെ. ടിമ്പൂർ അല്ല പിന്നെ മകരസംക്രാന്തി ഒന്നും ഇവിടെ ഇല്ലടേ. അതാ മുകളിലുള്ള ഒരു ലോട്ടൊക്കെ കാണാം. ISC സെക്ഷൻ സെന്റ് ആന്റണി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ. ആ ചുവന്ന ബിൽഡ് കാണുന്ന സെന്റ് ആന്റണി സ്കൂളാണ്. ഫ്രണ്ടിൽ ചില എന്താ പറയാ പശ്ചിമ ബംഗാൾ വ്ളോഗേഴ്സ് പോകുന്നുണ്ട് ബൈക്കിൽ. അങ്ങനെ ഞങ്ങൾ സിലിഗുരിയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുത്തെ മനുഷ്യരെ ആരും പുറത്തേക്ക് കാണുന്നില്ല. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഈ റോഡിലൂടെയാണ് ഞങ്ങൾ സിലിഗുരിയിലേക്ക് പോകുന്നു. തേയിലത്തോട്ടങ്ങളും നമ്മുടെ മൂന്നാർ വാഗമണ്ണൊക്കെ പറയുന്നത്. കട്ടപ്പന വാഗമൺ റോഡ്. സിലിഗുരിക്ക് വഴിയല്ലേ ഇത്? മുസാഫിർപൂർ പോകുന്ന വഴി തേയിലത്തോട്ടം. നമ്മളെ പൂർണ്ണയിലേക്ക് പോകുന്ന വഴിയായത്. മുസാഫിർപൂറാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഇതെല്ലാം നമ്മുടെ മൂന്നാർ ഊട്ടിയൊക്കെ പോലത്തെ തേയിലത്തോട്ടങ്ങളാണ് സൈഡിലൊക്കെ. പൊക്കി കാണിക്കാം. അതാ അതിമനോഹരമായിരിക്കും. അതാ അതാ അങ്ങോട്ട് നോക്കൂ, അതാ ഇങ്ങോട്ട് നോക്കൂ. ഇപ്പൊ നമ്മൾ അറാറിയയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിന്റെ പരന്നു കിടക്കുന്ന പുൽപ്പാടങ്ങളിലേക്ക് ഞങ്ങളുടെ വണ്ടി കുതിച്ചു പായുന്ന ഒരു കുതിരയെ പോലെ, വെരുകിനെ പോലെ പായുകയാണ്. കുറച്ച് കിടക്കട്ടെ. മെയിൻ വ്ളോഗർ അവിടെ ഉച്ചയോറക്കത്തിന് ശേഷമുള്ള മയക്കത്തിലാണ്. നല്ല റോഡുകളാണ്. ആദ്യത്തെ റോഡുകളിൽ പോലെയല്ല, കുറച്ചുകൂടെ ഇതൊരു ഈസ്റ്റ് വെസ്റ്റ് കോർഡിനേറ്ററാണ് ഇത് ബേസിക്കലി. അപ്പൊ ഇത് ബാബുഗഞ്ച്, അറാറിയ, പൂർണിയ, അങ്ങനെ ഞങ്ങൾ ബീഹാറിലെത്തി. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്ര സ്റ്റേറ്റ് കവർ ചെയ്തെന്ന് എണ്ണീട്ട് പറയാം. രാഷ്ട്രീയകളം ഇതിന്റെ പൊല്യൂഷനൊക്കെ ഉണ്ട് ഇവിടെ. മൂടൽമഞ്ഞ് മൂടിക്കിടക്കുക. ബീഹാറിലെത്തിയിരിക്കുന്നു. വെസ്റ്റ് ബംഗാൾ കടന്ന് ഞങ്ങൾ ബീഹാർ കടന്ന് ഇങ്ങനെ അയോധ്യയുടെ തീരത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കളങ്ങളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ. അതിൻ്റെയൊക്കെ പൊല്യൂഷൻ ഉണ്ടാകി പോകാം.
അതും ഈ മൂടൽമഞ്ഞെല്ലാം ചേർന്നിട്ട് ഒരു വൃത്തിയിട്ട ഒരു ട്രെയിൻ വരും. അത് റെയിൽവേ ട്രാക്ക് അല്ലേ അപ്പുറത്ത്. അവിടെയായിരുന്നു ഒരുപാട് മുറം പോലത്തെ എന്തോ പരത്തി. എല്ലാവരും ഡ്രസ്സിന്റെ ഒരേ കളർ അല്ലേ? ചുവന്ന കളർ. മാഗി ഉണ്ടോ? ഇവരെ കൂടെ ചായ കുടിക്കാൻ നിർത്തിയ കേട്ടോ. ഇതുപോലത്തെ ഇങ്ങോട്ട് പോണ വഴിയത് ബീഹാറോ? നല്ലൊരു ഫ്രൈഡ് റൈസ് വരട്ടെ. ബീഹാറിൽ ബീഹാർ ബൈറ്റ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് കേട്ടോ. രസമില്ല കാണാൻ. അവിടെ ചേട്ടൻ നിന്ന് ചായ അടിക്കുന്നു. നബർ എന്തൊക്കെയോ തിരയുന്നുണ്ട്. അണ്ടാ പൊറോട്ട വരട്ടെ. അണ്ടാ പൊറോട്ട. ഒരു എഗ് പൊറോട്ട. ചേട്ടനോട് ഇത് ചായ അടിക്കുന്നുണ്ടേ. ചിക്കു ചേട്ടൻ അതായത് നമ്മള് വാരണാസിന്ന് കാൺപൂറിലേക്ക് പോയി. അവിടുന്ന് കാൺപൂരിൽ നിന്ന് നേരെ ഝാൻസിയിലേക്ക് വഴിയുണ്ട്. പക്ഷെ ഇവര് കണക്ട് ചെയ്തേക്കുന്ന ആഗ്ര വഴി, പിന്നെ ഗോളിയാർ വഴി, പിന്നെ എവിടെയാ ഗോളിയാർ ഇൻഡോർ. അപ്പൊ ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് മുസാഫിർപൂർ എന്ന സ്ഥലത്തെത്തി കേട്ടോ. കണ്ടോ ഇരുട് കണ്ടോ? ഇതിന്റെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ ബൈ. അതെന്തോന്നില്ലേ ഹൈവേ? ഇല്ല